ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. എന്തായാലും ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലുണ്ട്, ആശയവിനിമയ രീതികൾ രണ്ട് തരത്തിലുണ്ട്. ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. വ്യക്തിഗത ആശയവിനിമയവും ബഹുജന ആശയവിനിമയവും. വ്യക്തിഗത ആശയവിനിമയം അഥവാ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്താണ് മെസ്സേജസോ ഐഡിയാസോ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ കൈമാറുന്നതിനെയാണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത്. അതുപോലെ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അല്ലെ, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പേഴ്സണിൽ നിന്ന് അനദർ പേഴ്സണിലേക്ക് എന്താണ് ഐഡിയാസും മെസ്സേജസും ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒക്കെ ഇല്ലേ, അതെന്താ നമ്മുടെ പേഴ്സണൽ അതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ ബഹുജന ആശയവിനിമയം നമ്മുടെ ന്യൂസ് പേപ്പറും ന്യൂസിലെ TV, ന്യൂസ് പേപ്പർ, റേഡിയോ ഇതൊക്കെ എന്താണ് ബഹുജന ആശയവിനിമയത്തിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഡെലിവറി ഓഫ് എ മെസ്സേജ് ഓർ ഐഡിയാസ് ടു ദ ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ. ഒരുപാട് ആളുകളിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നതാണ് ബഹുജന ആശയവിനിമയം. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ TV, റേഡിയോ അതൊക്കെ അല്ലേ. അതുപോലെ ഒരു എന്താണ് വെബിനാർ അല്ലെങ്കിൽ ഒരു സെമിനാറിലെ എല്ലാവരെയും കൂട്ടിയുള്ള ഒരു സെമിനാർ, ഇതൊക്കെ എന്താണ് നമ്മുടെ ബഹുജന ആശയവിനിമയത്തിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ സെറ്റായി പഠിക്കേണ്ടേടാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിതാ ലിമിറ്റഡ് സീറ്റാണല്ലോ, 999 രൂപയ്ക്ക് നമ്മുടെ ബാച്ച് പൃഥ്വി ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എന്താണ്, ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമേ 15% ഓഫർ പ്രൈസിൽ നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. നമ്മുടെ മുമ്പിൽ എന്താണ് ആനുവൽ എക്സാം ഒക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ സെറ്റാക്കി പഠിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ.